നമസ്കാരം. പ്രധാന വാർത്തകൾ. ഒറ്റപ്പാലത്ത് യുവാക്കളുടെ ആക്രമണത്തിൽ ഗ്രേഡ് SI രാജനാരായണനും അടിപിടി കേസിൽ കസ്റ്റഡിയിലെടുത്ത പ്രതിക്കും പരിക്കേറ്റു. സംഭവത്തിൽ മീറ്റ്ന സ്വദേശികളായ വിവേക്, ഷിബു എന്നിവർ അറസ്റ്റിൽ. മലപ്പുറം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ലഹരിവിരുദ്ധ മനുഷ്യച്ചങ്ങല മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ആശാപ്രവർത്തകർക്ക് ആശ നൽകി കരിമ്പുഴ പഞ്ചായത്തിൽ UDF കപടനാടകമാടുകയാണെന്ന് പ്രതിപക്ഷാംഗം M. മോഹനൻ. ഒരു പതിറ്റാണ്ടിന് ശേഷം ഒറ്റപ്പാലം മിനി സിവിൽ സ്റ്റേഷനിലെ ലിഫ്റ്റ് പ്രവർത്തന സജ്ജമായി. MLA പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ മാലിന്യമുക്ത പ്രഖ്യാപനം നടത്തി. വാർത്തകളിലേക്ക് വിശദമായി. ഒറ്റപ്പാലത്ത് യുവാക്കളുടെ ആക്രമണത്തിൽ ഗ്രേഡ് SIക്കും കസ്റ്റഡിയിലെടുത്ത പ്രതിക്കും പരിക്ക്. സബ് ഇൻസ്പെക്ടർ രാജനാരായണനെയും മറ്റൊരു അടിപിടി കേസിൽ കസ്റ്റഡിയിലെടുത്ത അക്ബറിനെയുമാണ് യുവാക്കൾ ആക്രമിച്ചത്. കേസിൽ മീറ്റ്ന സ്വദേശികളായ വിവേക്, ഷിബു എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം. പൊട്ടിയ ഓടുകൊണ്ടാണ് യുവാക്കൾ SIയെയും കസ്റ്റഡിയിലുണ്ടായിരുന്ന പ്രതി അക്ബറിനെയും ആക്രമിച്ചത്. പൊട്ടിയ ഓടിന്റെ കൂർത്ത ഭാഗം കൊണ്ട് SI രാജനാരായണന്റെ കൈക്ക് മാരകമായി കുത്തേറ്റു. അക്ബറിനെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകാനുള്ള ശ്രമത്തിനിടെയാണ് രണ്ട് യുവാക്കൾ ആക്രമണം നടത്തിയത്. കേസിൽ മീറ്റ്ന സ്വദേശികളായ താഴത്തേതിൽ വീട്ടിൽ 32കാരനായ വിവേക്, വടക്കേതിൽ പുത്തൻ വീട്ടിൽ 35കാരനായ ഷിബു എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: 3 സുഹൃത്തുക്കൾ ചേർന്ന് അക്ബറിന്റെ വീട്ടിൽ പെരുന്നാൾ ആഘോഷിക്കുകയായിരുന്നു. ഇതിനിടെ സുഹൃത്തുക്കളിൽ ഒരാളായ കൃഷ്ണനെ അക്ബർ ഓടുകൊണ്ട് എറിഞ്ഞ് പരിക്കേൽപ്പിച്ചു. കൃഷ്ണന്റെ തലയിൽ 25 സ്റ്റിച്ചുകളുണ്ട്. ഈ വിഷയത്തിൽ ഇടപെടാൻ എത്തിയതായിരുന്നു SI രാജനാരായണൻ. ഈ സമയം സ്ഥലത്തുണ്ടായിരുന്ന വിവേകും ഷിബുവും ചേർന്ന് കസ്റ്റഡിയിൽ എടുത്തു കൊണ്ടുപോവുകയായിരുന്ന അക്ബറിനെയും SI രാജനാരായണനെയും ചവിട്ടി വീഴ്ത്തി പൊട്ടിയ ഓടുകൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. പരിക്കേറ്റ SI രാജനാരായണൻ കണിയമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സ്ഥലത്ത് പോലീസിന്റെ സാങ്കേതിക വിദഗ്ധരും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി. മലപ്പുറം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ മനുഷ്യച്ചങ്ങല തീർത്തു. മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. എൻ്റെ സ്വപ്നം ലഹരിമുക്തം എൻ്റെ ഗ്രാമം ക്യാമ്പയിൻ്റെ ഭാഗമായാണ് മലപ്പുറം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ മനുഷ്യച്ചങ്ങല തീർത്തത്. പരിപാടി കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. സമീപകാലത്തുണ്ടായിട്ടുള്ള ഇത്തരം അക്രമ സംഭവങ്ങൾ സമൂഹം വളരെ പ്രാധാന്യത്തോടെ അതെടുക്കുകയും ഇനിയും അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇല്ലാതിരിക്കാനുള്ള വലിയ ശ്രമം നടത്തേണ്ടതുണ്ട്. അതീവ ഗുരുതരമായിട്ടുള്ളൊരു വിഷയത്തെയാണ് നമ്മൾ നേരിടാൻ പോകുന്നെന്നുള്ള കൃത്യമായ ബോധ്യം ഈ സർക്കാരിനുണ്ട്. ഇതിൽ ഇത്തരം കുറ്റകൃത്യങ്ങളെ തടയാൻ എല്ലാ നിയമ നടപടികളും കൈക്കൊള്ളാൻ ആണ് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പൊതു സമൂഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയോടുകൂടി ശക്തമായിട്ടുള്ള മയക്കുമരുന്നിനെതിരായിട്ടുള്ള ക്യാമ്പയിനുകൾ എല്ലാ ഗ്രാമങ്ങളിലും നടക്കേണ്ടതുണ്ട്, എല്ലാ വാർഡുകളിലും നടക്കേണ്ടതുണ്ട്, എല്ലാ വിദ്യാലയങ്ങളിൽ നടക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിന് ഉതകുന്ന രീതിയിലാണ് നമ്മൾ സംസ്ഥാനത്തെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളെയും മറ്റുള്ള വകുപ്പുകളെ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെയും കോത്തിണക്കിക്കൊണ്ട് ശക്തമായൊരു പരിപാടി ഗവൺമെൻറ് നടത്തി. മലപ്പുറം സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടന്ന മനുഷ്യച്ചങ്ങലയിൽ നൂറുകണക്കിന് ആളുകൾ കണ്ണികളായി. ലഹരി നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് ഒക്ടോബർ 2 വരെ നീണ്ടുനിൽക്കുന്ന ക്യാമ്പയിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. അഭിഭാഷക ക്ലർക്കുമാർ, ബാർ അസോസിയേഷൻ അംഗങ്ങൾ, പാരാ ലീഗൽ വളണ്ടിയർമാർ, NSS, SPC വിദ്യാർത്ഥികൾ, ട്രോമ കെയർ പ്രവർത്തകർ തുടങ്ങിയവർ മനുഷ്യച്ചങ്ങലയിൽ അണിനിരന്നു. പ്രിയദർശിനി ആർട്സ് ആൻഡ് കോളേജിൻ്റെ തീം ഡാൻസും എളയൂർ MAA കോളേജ് മൈമും അവതരിപ്പിച്ചു. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി ചെയർമാൻ K. സനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സിവിൽ ജഡ്ജ് അരുൺ വെച്ചു, MLAമാരായ P. ഉബൈദുള്ള, TV ഇബ്രാഹിം, P. നന്ദകുമാർ, ജില്ലാ കളക്ടർ VR വിനോദ്, സാദിഖ് അലി ശിഹാബ് തങ്ങൾ, സ്വാമി ജിതാത്മാനന്ദ, ജില്ലാ മെഡിക്കൽ ഓഫീസർ R. രേണുക തുടങ്ങിയവർ സംസാരിച്ചു. ആശാപ്രവർത്തകർക്ക് ആശ നൽകിക്കൊണ്ട് കരിമ്പുഴയിൽ UDF കപടനാടകമാടുകയാണെന്ന് പ്രതിപക്ഷ മെമ്പർ M. മോഹനൻ. പഞ്ചായത്ത് ബജറ്റിൽ ആശാപ്രവർത്തകർക്ക് 2000 രൂപ പ്രതിമാസം നൽകുമെന്ന പ്രഖ്യാപനം നടപ്പാക്കാൻ കഴിയാത്തതാണെന്നും M. മോഹനൻ പറഞ്ഞു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ബജറ്റിൽ ആശാപ്രവർത്തകർക്ക് 2000 രൂപ പ്രതിമാസം നൽകാൻ UDFന്റെ ഭരണസമിതി തീരുമാനമെടുക്കുകയും എന്നാൽ ഗ്രാമപഞ്ചായത്തിന് ചെയ്യാൻ കഴിയാത്ത കാര്യമാണെന്ന് പ്രതിപക്ഷം ആവർത്തിക്കുകയും
ഇത് ഗ്രാമപഞ്ചായത്തിൻ്റെ അധികാരപരിധിയിൽ വരുന്നതല്ല എന്ന് സെക്രട്ടറി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടും സാധാരണക്കാരായ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനും ആശാവർക്കർമാർക്ക് വെറുമൊരു ആശ നൽകുന്നതിനും വേണ്ടി മാത്രം വെറുമൊരു രാഷ്ട്രീയ കപടനാടകമാടുകയാണ് പഞ്ചായത്ത് ഭരണസമിതിയെന്ന് പ്രതിപക്ഷാംഗം എം മോഹൻ പറഞ്ഞു. നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു പദ്ധതിക്കും അംഗീകാരം കിട്ടില്ല എന്ന് വ്യക്തമായി പഞ്ചായത്ത് മെമ്പർമാരായാലും സാധാരണ ആൾക്കാരായാലും എല്ലാവർക്കും വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. ആശാപ്രവർത്തകരെ സംബന്ധിച്ച് അവർക്ക് കൂടുതൽ വേതനം വേണമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. മാത്രമല്ല എല്ലാ ട്രേഡ് യൂണിയനുകളും CITU, INTUC, STU ഉൾപ്പെടെയുള്ള എല്ലാ ട്രേഡ് യൂണിയനുകളും ആവശ്യപ്പെടുന്നത് അവരെ തൊഴിലാളികളായി അംഗീകരിച്ച് മിനിമം 26,000 രൂപ അവർക്ക് വേതനം കിട്ടണം എന്നാണ്. തൊഴിലാളികളായി അംഗീകരിക്കേണ്ടത് ആരാണ്? അവരെ തൊഴിലാളികളായി അംഗീകരിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്കീം എന്നുള്ള നിലയിൽ കേന്ദ്ര ഗവൺമെൻറ്റാണ് അത് ചെയ്യേണ്ടത്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് അത് ചെയ്യുന്നില്ല. ഇപ്പോൾ ആശാപ്രവർത്തകർക്ക് നൽകുന്ന 7,000 രൂപ ഓണറേറിയം അത് സംസ്ഥാന സർക്കാരാണ് പൂർണ്ണമായും വഹിക്കുന്നത്. തുടർന്നുള്ള ഇൻസെൻറ്റീവ് അത് 60:40 എന്ന അനുപാതത്തിലാണ് അത് നൽകുന്നത്. അത് തന്നെ കേരള സംസ്ഥാനത്തിന് വലിയ കുടിശ്ശികയും നിലനിൽക്കുകയാണ്. അപ്പോൾ ഇവരെ ആശാപ്രവർത്തകരുടെ മാത്രമല്ല, ആശാപ്രവർത്തകർ, അംഗനവാടി, പാചക തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള സ്കീം തൊഴിലാളികളുടെ പ്രശ്ന പരിഹാരത്തിനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് ഇവരെ തൊഴിലാളികളായി അംഗീകരിച്ച് അവർക്ക് മിനിമം വേജസ് ഉറപ്പുവരുത്തുക എന്നതാണ്. അവർക്കാണ് ഇത് പരിഹരിക്കാൻ വേണ്ടി കഴിയും. യാഥാർത്ഥ്യം ഇതാണ് എന്നിരിക്കെ പാവപ്പെട്ട ആശാ തൊഴിലാളികളെയും ആശാപ്രവർത്തകരെയും അതുപോലെ തന്നെ ബഹുജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാനാണ് UDFന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഞങ്ങൾ 2,000 രൂപ അധിക വേതനം നൽകാൻ തീരുമാനിച്ചു എന്ന് തെറ്റായിട്ടുള്ള പ്രചരണം നടത്തുന്നു. ഇത് പ്രതിപക്ഷാംഗങ്ങൾ യോഗത്തിൽ വ്യക്തമാക്കിയതാണ്. മാത്രമല്ല പഞ്ചായത്ത് സെക്രട്ടറിയും നിലവിലുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് കഴിയില്ല എന്ന് വിശദമാക്കിയതാണ്. യാഥാർത്ഥ്യങ്ങൾ ഇതായിരിക്കെ കേവലം തെറ്റിദ്ധാരണ പരത്തുന്നതിന് വേണ്ടി, തെറ്റായിട്ടുള്ള പ്രചരണം നടത്തുന്നതിന് വേണ്ടിയാണ് UDFന്റെ ഭരണസമിതി 2,000 രൂപ അധികം നൽകാൻ തീരുമാനിച്ചു എന്ന രീതിയിൽ പത്രസമ്മേളനവും പത്രവാർത്തകളും ഒക്കെ ആയിട്ട് ഇപ്പോൾ അവർ കപട നാടകം കൊണ്ടാടുന്നത്. കനത്ത വരൾച്ച നേരിടുന്ന പശ്ചാത്തലത്തിൽ കടുത്ത ജലക്ഷാമമാണ് കരിമ്പുഴയിലെ ജനങ്ങൾ നേരിടുന്നത്. പഞ്ചായത്തിലെ 18 വാർഡുകളിലേക്കും കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയായ ജൽജീവൻ മിഷൻ പദ്ധതി 3 വർഷക്കാലമായിട്ടും ഇപ്പോഴും ശൈശവാവസ്ഥയിൽ തന്നെയാണ്. പഞ്ചായത്തിന് നടപ്പിലാക്കാൻ അധികാരമുള്ള ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ നൽകാതെ വെറും രാഷ്ട്രീയ ഗിമ്മിക്കുകളുമായി ഇറങ്ങിയിരിക്കുകയാണ് UDF ഭരണസമിതി. ഈ രാഷ്ട്രീയ കാപട്യം ജനങ്ങൾ തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു. ഒറ്റപ്പാലം മിനി സിവിൽ സ്റ്റേഷനിൽ ഒരു പതിറ്റാണ്ട് കാലത്തിന് ശേഷം ലിഫ്റ്റ് പ്രവർത്തനക്ഷമമായി. അഡ്വക്കേറ്റ് K പ്രേംകുമാർ MLA ലിഫ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു പതിറ്റാണ്ട് കാലമായി പ്രവർത്തിക്കാതെ കിടന്നിരുന്ന മിനി സിവിൽ സ്റ്റേഷനിലെ ലിഫ്റ്റാണ് പ്രവർത്തന സജ്ജമാക്കി പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തത്. അഡ്വക്കേറ്റ് K പ്രേംകുമാർ MLA നവീകരിച്ച ലിഫ്റ്റ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നമ്മൾ ഇന്നു മുതൽ ലഭ്യമാക്കി തുടങ്ങുക. ഒറ്റപ്പാലം മിനി സിവിൽ സ്റ്റേഷനിൽ സ്ഥാപിച്ചിരുന്ന ലിഫ്റ്റ് പ്രവർത്തനക്ഷമമല്ലാതിരുന്നത് ശ്രദ്ധയിൽപ്പെട്ട് വളരെ സങ്കീർണവും സാങ്കേതികവുമായിട്ടുള്ള നടപടികൾക്ക് ശേഷമാണ് ഇന്ന് പുതിയ സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ ഏപ്രിൽ മാസം 1-ാം തീയതി ഇവിടെ വരുന്ന 100 കണക്കിന് ആളുകൾക്ക് സൗകര്യപ്രദമാകുന്ന നിലയിൽ ഈ ലിഫ്റ്റ് പ്രവർത്തനക്ഷമമാക്കിയിട്ടുള്ളത്. അതിന് ജനപ്രതിനിധി എന്ന നിലയിൽ മുൻകൈ എടുക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെ, തഹസിൽദാർ ഉൾപ്പെടെയുള്ളവരുടെ, ജില്ലാ കളക്ടറുടെ എല്ലാം നല്ല പിന്തുണ, സഹായം അതിനുണ്ടായിട്ടുണ്ട്. ഇലക്ട്രിക്കൽ വിങ്ങിലുള്ളവരുടെ നല്ല പിന്തുണ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരുടെയും സഹകരണത്തിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ സ്ഥാപനം, ഇതിലുള്ള ലിഫ്റ്റിന്റെ സൗകര്യം നമുക്ക് ഇന്നു മുതൽ ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒറ്റപ്പാലം നഗരസഭ ചെയർപേഴ്സൺ K ജാനകി ദേവി, വൈസ് ചെയർമാൻ K രാജേഷ്, തഹസിൽദാർ CM അബ്ദുൾ മജീദ്, മറ്റ് വകുപ്പ് തല ഉദ്യോഗസ്ഥരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. 4 നിലകളുള്ള മിനി സിവിൽ സ്റ്റേഷനിൽ നിലവിൽ 3 നിലകളിലെത്താനുള്ള സൗകര്യമാണ് ലിഫ്റ്റിലുള്ളത്. 4-ാം നിലയ്ക്ക് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ NOC ലഭിക്കുന്ന മുറയ്ക്ക് ലിഫ്റ്റ് സൗകര്യവും ഏർപ്പെടുത്തും. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ മാലിന്യമുക്ത പ്രഖ്യാപനം നടത്തി. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വീടുകളുടെയും ഹരിത സ്ഥാപന, ഹരിത അയൽക്കൂട്ട, ഹരിത കലാലയം തുടങ്ങിയ സംവിധാനങ്ങളെ ഹരിത സുന്ദര സംവിധാനങ്ങളായി പ്രഖ്യാപിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടത്തി. ഗാർഹിക ഉറവിട മാലിന്യ സംസ്കരണത്തിന് സബ്സിഡിയോടെ വിവിധ ഉപാധികൾ ലഭ്യമാക്കി.
കമ്മ്യൂണിറ്റി തലത്തിലും പൊതുതലത്തിലും വിവിധ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് പൂർത്തിയാക്കി. ഹരിതകർമ്മസേനയും ടൗൺ ക്ലീനിംഗ് ജീവനക്കാരും കൃത്യമായി മോണിറ്ററിംഗ് ചെയ്താണ് ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പ്രഖ്യാപനത്തിലേക്ക് എത്തിച്ചത്. പ്രഖ്യാപനത്തിന്റെ ഭാഗമായി ശുചിത്വ സന്ദേശ റാലി നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ മാലിന്യമുക്ത പ്രഖ്യാപനം നടത്തി. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ CP ഹംസക്കുട്ടി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഹരിതകർമ്മസേന അംഗങ്ങളെയും ടൗൺ ക്ലീനിംഗ് ജീവനക്കാരെയും മെമ്മന്റോ നൽകി ആദരിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ CH ഹമീദ്, ജുബീല ലത്തീഫ്, പഞ്ചായത്ത് അംഗങ്ങളായ C ബാലസുബ്രഹ്മണ്യൻ, PP രാജേഷ്, അമ്പിളി, മുബാറക് അലി, സജിത TP, സജിത KT, ലീന ശാന്തിനി, പഞ്ചായത്ത് സെക്രട്ടറി സുരേഷ് ബാബു പാക്കത്ത്, അസിസ്റ്റന്റ് സെക്രട്ടറി B രാധാകൃഷ്ണൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. വാർത്തകളിലേക്ക്. യുവാക്കൾക്ക് പെരുന്നാൾ സമ്മാനമായി ഫുട്ബോൾ ഗ്രൗണ്ട് നിർമ്മിച്ച് നൽകി യൂത്ത് ലീഗ്. അലനല്ലൂർ കൂമഞ്ചിറ യൂത്ത് ലീഗ് കമ്മിറ്റിയാണ് 2 ലക്ഷം ചെലവിൽ മൈതാനമൊരുക്കിയത്. ഫുട്ബോളാണ് ലഹരിയെന്ന് യൂത്ത് ലീഗ്. കൂമഞ്ചിറയിൽ കാട് മൂടിക്കിടന്നിരുന്ന സ്വകാര്യ വ്യക്തിയുടെ 1 ഏക്കർ ഭൂമി പാട്ടത്തിനെടുത്താണ് മൈതാനമൊരുക്കിയത്. സെവൻസ് മത്സരങ്ങൾക്ക് വേദിയാകാൻ തരത്തിൽ മൈതാനം സജ്ജീകരിക്കുന്നതിനായി ഏകദേശം 2 ലക്ഷത്തോളം രൂപ യൂത്ത് ലീഗ് ചെലവഴിച്ചു. നിർമ്മാണം പൂർത്തീകരിച്ച് പെരുന്നാൾ സായാഹ്നത്തിൽ മുസ്ലിം ലീഗ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് റഷീദ് അലായൻ മൈതാനം നാടിന് സമർപ്പിച്ചു. യുവാക്കളിൽ ഫുട്ബോൾ മാത്രം ലഹരിയാക്കുകയാണ് ലക്ഷ്യമെന്ന് നാസർ മുതുകുറ്റി പറഞ്ഞു. യുവാക്കൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ലഹരിക്കടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഫുട്ബോൾ ഗ്രൗണ്ട്, ഒരു ഫുട്ബോൾ തന്നെ ഒരു ലഹരി എന്നുള്ള രീതിയിൽ ഒരു സ്ഥലം ഇല്ലാത്തൊരവസ്ഥയിൽ വീണ്ടും വേറൊരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം കണ്ടെത്തി, അതിനനുയോജ്യമായ സ്ഥലം കണ്ടെത്തി ഗ്രൗണ്ടിന് പാകപ്പെടുത്തി അതിനു വേണ്ട ഇവിടെ യൂത്ത് ലീഗ് കമ്മിറ്റി ഭാരവാഹികൾ അതിനുവേണ്ടി പ്രയത്നിച്ച് ഇന്ന് അത് പ്രവർത്തകർക്ക് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. മുസ്ലിം ലീഗ് അളനല്ലൂർ മേഖലാ പ്രസിഡന്റ് യൂസഫ് പാക്കത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗം ബക്കർ മേലേകളത്തിൽ, സിദ്ദിഖ് കൊടപ്പന, നാസർ മുതുകുറ്റി, അബ്ദുള്ള കല്ലായി, റൌഫ് പെരുമണ്ണിൽ, അസീസ് മനച്ചിത്തൊടി, റാണി കൊങ്ങത്ത്, യൂത്ത് ലീഗ് ഭാരവാഹികളായ റിൻഷാദ് മാളിക്കുന്ന്, യൂസഫ് ചോലയിൽ, സാബിത്ത് പെരുമണ്ണിൽ, മുഹമ്മദ് അലി പൂഴിക്കുന്നൻ, ഷാഫി പുതിയങ്ങാടി, ഷാനിർ തിരുവാലപ്പറ്റ, ഫൈസൽ ചോലയിൽ, റമീസ് കൊങ്ങത്ത്, മുഹസിൻ കൊങ്ങത്ത്, മുഹമ്മദ് അലി പെരുമണ്ണിൽ, റിയാസ് പനച്ചിപ്പള്ള, ശിഹാബ് കൊങ്ങത്ത്, ഷഫീഖ് വട്ടത്തോടി, യാസീൻ ആലായൻ, അജിലാൻ കല്ലായി തുടങ്ങിയവർ ഉദ്ഘാടന വേളയിൽ പങ്കെടുത്തു. KFC കൂമഞ്ചിറയും ഒമേഗ മാളിക്കുന്നും തമ്മിൽ ഉദ്ഘാടന മത്സരം നടന്നു. ഇരു ടീമും ഓരോ ഗോളുകൾ വീതം നേടി സമനിലയിൽ പിരിഞ്ഞു. മുസ്ലിം ലീഗ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റി ഓഫീസ് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സ്മാരക സൗധം വെള്ളിയാഴ്ച ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടനത്തിന്റെ മുന്നോടിയായുള്ള വിളംബര ജാഥ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മണ്ണാർക്കാട് ചന്തപ്പടിയിൽ 1000 ചതുരശ്ര അടിയിലാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ഭൂഗർഭ നിലയിൽ പാർക്കിംഗ്, ഗ്രൗണ്ട് നിലയിൽ കൊമേഴ്സ്യൽ ഏരിയ, 1-2 നിലകളിൽ ഓഫീസ്, കോൺഫറൻസ് ഹാൾ, CH സെന്റർ, യൂത്ത് ലീഗ്, നഗരസഭാ ലീഗ് കമ്മിറ്റി എന്നിവയ്ക്കുള്ള പ്രത്യേകം ഓഫീസുകൾ എന്നിവയാണ് ഒരുക്കിയിട്ടുള്ളത്. വെള്ളിയാഴ്ച വൈകിട്ട് 6:30 സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഓഡിറ്റോറിയം PK കുഞ്ഞാലിക്കുട്ടിയും എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ഹാൾ N ഷംസുദ്ദീൻ MLAയും ഉദ്ഘാടനം ചെയ്യും. യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി PK ഫിറോസ് പ്രസംഗിക്കും. ഉദ്ഘാടന ദിവസം വൈകിട്ട് 5 മണിക്ക് ഈശൽ വിരുന്നും ഒരുക്കിയിട്ടുണ്ട്. വിളംബര ജാഥ ബുധനാഴ്ച രാവിലെ 9 മണിക്ക് എടത്തനാട്ടുകര കോട്ടപ്പള്ളിയിൽ N ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്യും. മണ്ഡലത്തിൽ 2 ദിവസമായി നടക്കുന്ന യാത്ര വ്യാഴാഴ്ച ചങ്ങലേരിയിൽ സമാപിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. മണ്ണാർക്കാട് നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് ഓഫീസ് ശിഹാബ് തങ്ങൾ സൗധം 4-ാം തീയതി ഉദ്ഘാടനം ചെയ്യുകയാണ്. ആ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിയോജകമണ്ഡലം കമ്മിറ്റി നാളെയും മറ്റന്നാളുമായി മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ
സന്ദേശ ജാഥ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് ഓഫീസ് ഏകദേശം 2017 നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ച് അത് ഇപ്പോൾ ഉദ്ഘാടനത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിലാണ് മന്ദിരം പണിതീർത്തിട്ടുള്ളത്. ആയതിൻ്റെ ഉദ്ഘാടനം സംസ്ഥാന മുസ്ലിം ലീഗ് അധ്യക്ഷൻ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും. ഓഡിറ്റോറിയത്തിൻ്റെ ഉദ്ഘാടനം ദേശീയ ജനറൽ സെക്രട്ടറി ജനാബ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് നിർവഹിക്കും. എക്സിക്യൂട്ടീവ് ഹാളിൻ്റെ ഉദ്ഘാടനം സംസ്ഥാന ലീഗ് സെക്രട്ടറി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ MLA നിർവഹിക്കും. മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായൻ, ജനറൽ സെക്രട്ടറി ഹുസൈൻ കോളശ്ശേരി, ട്രഷറർ കുളമ്പൻ ആലിപ്പു ഹജി, പി മുഹമ്മദ് അലി അൻസാരി, മജീദ് തെങ്കര, ഹുസൈൻ കളത്തിൽ, റഷീദ് മുത്തനിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. എടത്തനാട്ടുകര പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിന്റെ പ്രവർത്തനങ്ങൾക്കായി തിരുവിഴാങ്കുന്ന് ഇരട്ടവാരി ഫോർട്ട് ലൈൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സമാഹരിച്ച തുക കൈമാറി. 1,10,450 രൂപയാണ് ക്ലബ്ബ് സമാഹരിച്ചത്. പാലിയേറ്റീവ് കെയർ ദിനാചരണത്തോടനുബന്ധിച്ചാണ് എടത്തനാട്ടുകര പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിന് കൈത്താങ്ങായി ഇരട്ടവാരി ഫോർട്ട് ലൈൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ധനസമാഹരണം നടത്തിയത്. പ്രദേശത്തുകാരിൽ നിന്നു മാത്രം 1,10,450 രൂപ ക്ലബിന് സമാഹരിക്കാനായി. എടത്തനാട്ടുകര പാലിയേറ്റീവ് കെയർ ക്ലിനിക് ഭാരവാഹികൾക്ക് ക്ലബ് അംഗങ്ങൾ ചേർന്ന് തുക കൈമാറി. ക്ലിനിക്ക് ഭാരവാഹികളായ റഷീദ് ചതുരാല, മുഹമ്മദ് സക്കീർ, റഹീസ് എടത്തനാട്ടുകര, കെ റഫീഖ്, പി അലി, സി വീരാൻകുട്ടി, പി ജസീർ, വാർഡംഗം കെ സലാം, ക്ലബ്ബ് സെക്രട്ടറി റിയാസ് താളിയിൽ, CT റിൻഷാദ്, പി റിൻഷാദ്, BT സജീർ, അഷ്റഫ് താളിയിൽ, കെ സിറാജ്, പി ഷമീൻ തുടങ്ങിയവർ പങ്കെടുത്തു. BJP മണ്ണാർക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. ലഹരി, ഇടതുപക്ഷ, ജിഹാദി കൂട്ടുകെട്ട് സംഘത്തെ തുറങ്കലിൽ അടയ്ക്കുക, കേരളത്തെ ലഹരിയുടെ ഹബ്ബാക്കി മാറ്റിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. മണ്ണാർക്കാട് ടൗൺ കേന്ദ്രീകരിച്ച് നടത്തിയ നൈറ്റ് മാർച്ച് BJP ജില്ലാ സെക്രട്ടറി P മനോജ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കമ്മിറ്റി അധ്യക്ഷൻ ബിജു നല്ലമ്പാനി അധ്യക്ഷത വഹിച്ചു. MDMAയും കഞ്ചാവും സംസ്ഥാനത്ത് അരങ്ങ് തകർക്കുകയാണെന്നും അച്ഛനെയും അമ്മയെയും കൊച്ചു കുഞ്ഞുങ്ങളെ പോലും കൊല്ലാൻ മടിക്കാത്ത ലഹരി അടിമകളായി കേരളത്തിലെ യുവാക്കൾ മാറിയെന്നും BJP ആരോപിച്ചു. സംസ്ഥാനത്ത് ലഹരി വ്യാപനം തടയുന്നതിൽ ഇടതുപക്ഷ സർക്കാർ പരാജയപ്പെട്ടുവെന്നും ഉദ്ഘാടന വേളയിൽ ജില്ലാ സെക്രട്ടറി B മനോജ് ആരോപിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ രാജു പുഴയ്ക്കൽ, സുധീഷ് TA, മുൻ മണ്ഡലം പ്രസിഡന്റ് AP സുമേഷ് കുമാർ, MP പരമേശ്വരൻ, V രതീഷ് ബാബു, ഉണ്ണികൃഷ്ണൻ, MV രവീന്ദ്രൻ, TV സജി, K രമേശ് എന്നിവർ പ്രസംഗിച്ചു. താലൂക്കിലെ വിവിധ പഞ്ചായത്ത് കമ്മിറ്റി നേതാക്കളും പ്രവർത്തകരും മാർച്ചിൽ പങ്കെടുത്തു. പട്ടാമ്പി വിളയൂർ കളരി ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം ഏപ്രിൽ 3 മുതൽ 10 വരെ ആഘോഷിക്കും. വിവിധ കലാപരിപാടികളും ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ അരങ്ങേറുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 3 രാവിലെ 11 മണിക്ക് ഉത്സവത്തിന് കൂറയിടൽ നടക്കും. തുടർന്ന് ഉച്ചപ്പാട്ട് ഉണ്ടാകും. വിശേഷാൽ പൂജകൾക്ക് ആമയൂർ മനക്കിൽ രാമൻ ഭട്ടത്തിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് 7 ഉത്സവാഘോഷങ്ങൾക്ക് രാമൻ ഭട്ടത്തിരിപ്പാട് ഭദ്രദീപം കൊളുത്തും. ചടങ്ങ് മുഹമ്മദ് മൂസിൻ MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ AK പ്രദീപ് കുമാർ, സെക്രട്ടറി K രാമചന്ദ്രൻ, പ്രസിഡന്റ് C ഹരിദാസ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചടങ്ങിൽ മുൻ ട്രസ്റ്റി കൊച്ചുണ്ണി പേരുമ്പ്ര നായരുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ കളരി ഭഗവതി പുരസ്കാരം കളമെഴുത്ത് കലാകാരൻ കല്ലാറ്റുകുന്നത്ത് രാധാകൃഷ്ണക്കുറുപ്പിന് സമ്മാനിക്കും. മുൻ MLA CP മുഹമ്മദ് പുരസ്കാര സമർപ്പണവും വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ ക്യാഷ് അവാർഡും നൽകും. രാത്രി 8:30 കുറ്റിപ്പുറം സത്യസായ് ബാലവികാസ് വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ക്ഷീരസാഗര മദനം സംഗീത നൃത്താവിഷ്കാരം ഉണ്ടാകും. 4 രാവിലെ 8:30 അഷ്ടപതി, രാത്രി 8:30 നൃത്തസന്ധ്യ, 5 രാവിലെ 7:30 നാരായണീയ പാരായണം, 8:30 നിറപറ സമർപ്പണം, രാത്രി 8:30 തിരുവാതിരക്കളി, 6 രാവിലെ 8:30 ദേവീ മഹാത്മ്യം, രാത്രി 8:30 കഥകളി, 7 രാവിലെ 6 ലക്ഷാർച്ചന, രാത്രി 8:30 നൃത്താവതരണങ്ങൾ, 8 രാവിലെ 8 മെഗാ തിരുവാതിരക്കളി,
9:30 മുല്ലത്തറ മേളം, വൈകിട്ട് 6 ഐശ്വര്യ ദീപസമർപ്പണം, 6:30 സേവനാദസ്വരം, 7 സന്ധ്യാവേല, രാത്രി 8 ആനയുടെ അകമ്പടിയോടെ കാരാൻകടവിലേക്ക് എഴുന്നള്ളിപ്പ്, 8:15 ഡബിൾ തായമ്പക, 9:45 താലം നിരത്തൽ, നൃത്തം, അരിയേറ്, തുടർന്ന് പാണ്ടിമേളം, താലം ചൊരിയൽ എന്നിവയുണ്ടാകും. 9 രാവിലെ 7:30 കളഭാഭിഷേകം, 8 സർവൈശ്വര്യ പൂജ, വൈകിട്ട് 6 മഹാഭഗവത് സേവ, രാത്രി 10:30 മുല്ലക്കൽപ്പാട്ട് എന്നിവയുണ്ടാകും. 10 ആറാട്ട് ദിവസം രാവിലെ മുതൽ വിശേഷാൽ പൂജകൾ നടക്കും. രാവിലെ 9 ആനയുടെ അകമ്പടിയോടെ കീഴേടമായ വേട്ടയ്ക്കൊരുമകൻ കാവിലേക്കും അവിടെ നിന്ന് മോതിരപ്പറ്റക്കടവിലേക്കും ആറാട്ടെഴുന്നള്ളിപ്പ് നടക്കും. തുടർന്ന് താലപ്പൊലി, കണ്ടത്തൽ താലം നിരത്തലും പഞ്ചവാദ്യവും ഉണ്ടാകും. വൈകിട്ട് 3 പഞ്ചവാദ്യം, 4 വിവിധ വേലാഘോഷ കമ്മിറ്റികളുടെ വേലവരവും ഉണ്ടാകും. 20-ൽ പരം ആനകൾ, വിവിധ ആഘോഷ വരവുകൾ എന്നിവയും നടക്കും. രാത്രി 7 പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ പാണ്ടിമേളവും ഉണ്ടാകുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. 8 ദിവസം ഉത്സവം. ഉത്സവത്തിൻ്റെ ചടങ്ങുകളെ കുറിച്ചൊക്കെ പറഞ്ഞു. കാരണം ഉത്സവം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അത്താഴ പൂജയ്ക്ക് ശേഷമായിരുന്നു കൊട്ടി പുറപ്പെട്ടു പോയിരുന്നത്. ഇപ്പം അത് ചില പ്രശ്നം വെച്ചാൽ അത് കീഴ്വഴക്കങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത്താഴ പൂജയ്ക്ക് മുമ്പ് തന്നെ ചടങ്ങുകൾ ചെയ്യാണ്. ക്ഷേത്രത്തിലെ പരിപാടികൾ ദീപാരാധനയ്ക്ക് ശേഷം തുടങ്ങുന്ന പരിപാടികളാണ്. നമ്മൾ ഉത്സവവുമായി ബന്ധപ്പെട്ടിട്ട് സാംസ്കാരിക സമ്മേളനം വെച്ചിട്ടുണ്ട്. സാംസ്കാരിക പരിപാടി 7 മണിക്ക് ഭദ്രദീപം കൊളുത്തിയിടും. ബ്രഹ്മശ്രീ ബ്രാഹ്മണപ്പെട്ട തിരുപാട് ഭദ്രദീപം കൊളുത്തിയതിന് ശേഷം സാംസ്കാരിക പരിപാടി തുടങ്ങുകയാണ്. കെ രാമചന്ദ്രൻ സ്വാഗതം പറയുകയും പ്രദീപ് കുമാർ അധ്യക്ഷത വഹിക്കുകയും ചെയ്യുന്ന ചടങ്ങിൽ മോഹൻ MLA ഉദ്ഘാടനം ചെയ്യുകയാണ്. അത് ഈ വർഷത്തെ പുരസ്കാരം കല്ലാറ്റക്കുന്നത്ത് രാധാകൃഷ്ണക്കുറുപ്പിനാണ് ക്ഷേത്ര പുരസ്കാരം നൽകുന്നത്. ശ്രീ കളരിപതി പുരസ്കാരം വർഷങ്ങളായിട്ട് കൊടുത്തു പോവുകയാണ്. കൊച്ചുഴി പെരുമ്പറ നായർ സ്മാരക അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ക്യാഷ് അവാർഡും മറ്റുമെല്ലാം കൊടുക്കണം. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ പുളിയക്കാട്ട് തെരുവ് MV കിട്ടു സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ പൊതുപ്രവർത്തകനായിരുന്ന സിനോയ് വർഗീസ് അനുസ്മരണം സംഘടിപ്പിച്ചു. പാലക്കാട് ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് TK നാരായണദാസ് ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ ക്ലബ്ബുകൾ, സാംസ്കാരിക സംഘടനകൾ ഇവരെല്ലാം അമരക്കാരനായി നിന്നുകൊണ്ട് നാടകവും കുട്ടപ്പാട്ടുമൊക്കെയായി നമ്മുടെ പ്രദേശത്താകെ സാംസ്കാരിക രംഗത്ത് നടന്നിരുന്ന ഒരു പ്രവർത്തകനെയാണ് പ്രത്യേകിച്ചൊരു കാരണവും പറയാനില്ലാതെ നഷ്ടപ്പെട്ടത്. ഒട്ടും പ്രതീക്ഷിക്കാതെ, ഒരുപക്ഷെ സിനോയി പോലും പ്രതീക്ഷിക്കാതെയാണ്. വായനശാല പ്രസിഡന്റ് P. ചന്ദ്രൻ അധ്യക്ഷനായി. P. അരവിന്ദാക്ഷൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് C. രാജിക, വായനശാല സെക്രട്ടറി എബിൻ ബേബി, MC വാസുദേവൻ, KK ലിനി, C. ഹരിദാസൻ, NP പ്രിയേഷ്, TC രാധ, P. ശ്രീജിത്ത്, P. രാധാകൃഷ്ണൻ, കാവ്യ സുരേഷ് എന്നിവർ സംസാരിച്ചു. ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്ക് വള്ളവും വലയും നൽകി മാതൃകാ പ്രൊജക്ട് നടപ്പിലാക്കി ഏലംകുളം ഗ്രാമപഞ്ചായത്ത്. നിലമ്പൂർ മത്സ്യഭവൻ പരിധിയിൽ ആദ്യമായാണ് ഇത്തരമൊരു മാതൃകാ പദ്ധതി ഒരു തദ്ദേശ ഭരണ സ്ഥാപനം നടപ്പാക്കുന്നത്. 2024-2025 ജനകീയാസൂത്രണ പദ്ധതി പ്രകാരമാണ് ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്ക് ഏലംകുളം ഗ്രാമപഞ്ചായത്ത് വള്ളവും വലയും നൽകിയത്. 60-ലധികം തദ്ദേശ സ്ഥാപനങ്ങളുള്ള നിലമ്പൂർ മത്സ്യഭവൻ പരിധിയിൽ ആദ്യമായാണ് ഒരു ഗ്രാമപഞ്ചായത്ത് ഇത്തരമൊരു മാതൃകാ പദ്ധതി നടപ്പിലാക്കിയത്. പഞ്ചായത്തിലെ കുന്തിപ്പുഴയിൽ മത്സ്യബന്ധനം നടത്തുന്നവർക്കാണ് വഞ്ചിയും വലയും നൽകിയത്. തോണിക്കടവിലും എളാട് ചെക്ക് ഡാമിലും മത്സ്യബന്ധനത്തിലേർപ്പെടുന്ന 2 മത്സ്യത്തൊഴിലാളികൾക്ക് 30 കിലോ വലയും ഫൈബർ വള്ളവും പദ്ധതി പ്രകാരം നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുധീർ ബാബു വള്ളവും വലയും കൈമാറി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് അനിത പള്ളത്ത് അധ്യക്ഷത വഹിച്ചു. സ്ഥിരസമിതി അധ്യക്ഷരായ NP ഉണ്ണികൃഷ്ണൻ, MR മനോജ്, പഞ്ചായത്ത് അംഗങ്ങളായ സാവിത്രി, സ്വപ്ന സുബ്രഹ്മണ്യൻ, സമദ് താമരശ്ശേരി, ഫിഷറീസ് ഇംപ്ലിമെന്റ് ഓഫീസർ P. അബ്ദുൽ ഖാസിം, ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ഷിഹാബുദ്ദീൻ മച്ചിങ്ങൽ എന്നിവർ സംസാരിച്ചു. മത്സ്യത്തൊഴിലാളികളെ പ്രതിനിധീകരിച്ച് അബ്ദുൽ നാസർ VK, മത്സ്യകർഷകരെ പ്രതിനിധീകരിച്ച് K. ബാലകൃഷ്ണൻ, അക്വാകൾച്ചർ പ്രൊമോട്ടർമാരായ മുഹമ്മദ് ഇക്ബാൽ, നവാസ് VM തുടങ്ങിയവർ പങ്കെടുത്തു.
നികുതി പിരിവിൽ മലപ്പുറം ജില്ലയിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കി ഏലംകുളം പഞ്ചായത്ത്. 2024-2025 സാമ്പത്തിക വർഷത്തെ വസ്തുനികുതി പിരിവ് നിയമപരമായ മറ്റു വ്യവഹാരങ്ങളൊന്നുമില്ലാതെ തന്നെ 100% കൈവരിക്കുകയും ജില്ലാ തലത്തിൽ 3ാം സ്ഥാനം നേടുകയും ചെയ്തു. 100% കൈവരിക്കുന്നതിന് പ്രയത്നിച്ച ജനപ്രതിനിധികൾക്കും ജീവനക്കാർക്കും മുഴുവൻ നികുതിദായകർക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുധീർ ബാബു അഭിനന്ദനം അറിയിച്ചു. CPM ശ്രീകൃഷ്ണപുരം മുൻ ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന പി ഗോവിന്ദൻകുട്ടിയെ ഏരിയ കമ്മിറ്റി അനുസ്മരിച്ചു. ചന്തപ്പൂരിൽ നടന്ന യോഗം ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി K ജയദേവൻ അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം K പ്രേംകുമാർ MLA, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ P അരവിന്ദാക്ഷൻ, K ശ്രീധരൻ, B പ്രജീഷ് കുമാർ, B രാജേഷ്, PN നന്ദിനി എന്നിവർ സംസാരിച്ചു. ഈ നല്ല അന്തരീക്ഷം ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കെട്ടുറപ്പിന്റെ മുകളിലാണ്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കെട്ടുറപ്പ് എപ്പോഴാണോ ദുർബലപ്പെടുക, അപ്പോ എന്തായിരിക്കും ശരി? നമുക്കും ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാവും. അപ്പൊ നമ്മൾ നിസ്സാരമായി ഒരു കാര്യത്തെയും കാണരുത്. വളരെ ജാഗ്രതയോടുകൂടി വളരെ ഗൗരവതരമായി തന്നെ എല്ലാ വിഷയങ്ങളെയും നമുക്ക് കണ്ടുപോകാൻ കഴിയണം. ഓരോ മേഖലകളിലും ഇന്ന് വിവിധ തരത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഇടപെടൽ വരിക, അല്ലേ? ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഇടപെടൽ എല്ലാ മേഖലയിലും വരികയല്ലേ? ഏറ്റവും വന്ന് എമ്പുരാനിൽ വന്നുപെട്ടില്ലേ? അല്ലേ? എമ്പുരാനിൽ പോലും ഹിന്ദുത്വ രാഷ്ട്രീയ ഇടപെടലല്ലേ? വാണിജ്യ വാർത്തകൾ. പട്ടാമ്പി ഇമ്മാനുവൽ സിൽക്സിൽ വിഷു ഈസ്റ്റർ മെഗാ ഷോപ്പിംഗ് ഫെസ്റ്റിന് തുടക്കമായി. ചൊവ്വാഴ്ച രാവിലെ ഷോറൂമിൽ നടന്ന ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ആരവമുയർത്തി വീണ്ടും ഒരു വിഷുക്കാലം വരവാകുമ്പോൾ വസ്ത്രവിസ്മയങ്ങളുമായി ഇമ്മാനുവൽ സിൽക്സ് ഒരുങ്ങി. നിരവധി ഓഫറുകളുമായാണ് വിഷു ഈസ്റ്റർ മെഗാ ഷോപ്പിംഗ് ഫെസ്റ്റ് പട്ടാമ്പി ഇമ്മാനുവൽ സിൽക്സിൽ ആരംഭിച്ചത്. ഏപ്രിൽ 1 രാവിലെ നടന്ന ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ വിഷു ഈസ്റ്റർ മെഗാ ഷോപ്പിംഗ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി എന്ന ഈ പട്ടണം അനുദിനം വളർച്ചയുടെ പാതയിൽ മുന്നോട്ട് കുതിക്കുന്നു എന്നതിന്റെ സൂചകങ്ങളാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ പട്ടാമ്പിയെ കേന്ദ്രീകരിക്കുന്നത്. അത് ഈ നാടിന്റെ വികസനമാണ്. ഈ നാടിന്റെ വികസനം നമ്മുടെ ഓരോരുത്തരുടെയും അഭിവൃദ്ധി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇമ്മാനുവലിന്റെ ഈ പുതിയ പദ്ധതി ഓണം, ഈസ്റ്റർ, വിഷു ഉത്സവങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കുന്നതിന് വേണ്ടി ഇമ്മാനുവൽ സിൽക്സ് അണിയിച്ചൊരുക്കുന്ന ഈ മെഗാ സെയിൽ ഇത് വിപണന രംഗത്ത് പുതിയ മാറ്റങ്ങൾ തീർക്കുക എന്നത് മാത്രമല്ല, വ്യാപാര മേഖലയിൽ പിടിച്ചു നിൽക്കുന്നതിനും മികച്ച സേവനം ഈ നാട്ടിലെ ജനങ്ങൾക്ക് എത്തിക്കുന്നതിനും ഇത്തരത്തിലുള്ള സ്കീമുകൾ ഗുണം ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനവും ഈ പദ്ധതിയും വിജയിക്കേണ്ടതുണ്ട്. ഓണവും ഈസ്റ്ററും ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ പർച്ചേസിന് ആനുപാതികമായി ഇമ്മാനുവൽ സിൽക്സ് നൽകുന്ന നിരവധിയായിട്ടുള്ള ഓഫറുകൾ അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഗുണകരമാകട്ടെ. ചടങ്ങിൽ CEO ബൈജു ടിയോ, ഷോറൂം മാനേജർ ഷിജോ വർഗീസ്, കസ്റ്റമർ റിലേഷൻസ് മാനേജർ മോബേഷ് ടി, പട്ടാമ്പി വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ്, യൂണിറ്റ് ഭാരവാഹി സത്താർ, വനമിത്ര അവാർഡ് ജേതാവ് മുരളീധരൻ വേളേരിമഠം എന്നിവർ പങ്കെടുത്തു. ഏറ്റവും പുതിയ അപൂർവ വസ്ത്രശ്രേണികൾ ഒരുക്കിയാണ് വിഷു ഈസ്റ്റർ ആഘോഷങ്ങൾക്ക് ഇമ്മാനുവൽ ഒരുങ്ങിയിട്ടുള്ളത്. ഓരോ വധുവിനും വരനും വ്യത്യസ്തവും കമനീയവുമായി അണിഞ്ഞൊരുങ്ങാൻ ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ, ബ്രൈഡൽ ലാച്ചകൾ, വെഡ്ഡിംഗ് സ്യൂട്ട്, ഷെർവാണി, വെഡ്ഡിംഗ് ധോത്തി എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ ഏറ്റവും കുറഞ്ഞ വിലയിലാണ് ഇമ്മാനുവൽ നൽകുന്നത്. ഏറ്റവും പുതിയ ട്രെൻഡി വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനോട് കൂടിയ ലേഡീസ് വെയർ വിഭാഗവും ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡുകൾ ഒരുമിക്കുന്ന ജെൻസ് വെയർ വിഭാഗവും നിങ്ങളുടെ കുഞ്ഞോമനകളുടെ ഫാഷൻ സങ്കല്പങ്ങൾ സാക്ഷാത്കാരമാക്കാൻ ഏറ്റവും വലിയ കിഡ്സ് ഫാഷൻ കളക്ഷനുമായി കിഡ്സ് വെയർ വിഭാഗവും മറ്റു ഷോറൂമുകളിൽ നിന്ന് ഇമ്മാനുവൽ സിൽക്സിനെ വ്യത്യസ്തമാക്കുന്നു. കാഞ്ചീപുരം, ബനാറസ്, ആറണി, ധർമാവരം, ചിരാല, എലംപിള്ളി,
സൂററ്റ്, സേലം, ബോംബെ, ജയ്പൂർ ചാപ്പ, യലങ്ക, ചിന്നാലംപെട്ടി, കൽക്കത്ത എന്നിവിടങ്ങളിലെ ഏറ്റവും പുതിയ കളക്ഷനുകളുടെ വിപുലമായ ശേഖരവുമായി സാരി വിഭാഗവും ഇമാനുവൽ സിൽക്സിൻ്റെ പ്രത്യേകതയാണ്. ഏറ്റവും മികച്ച കളക്ഷനുകൾ, ഏറ്റവും മികച്ച ഗുണമേന്മയോടെ, ഏറ്റവും കുറഞ്ഞ വിലയിൽ, ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസോടുകൂടി നൽകുക എന്നതാണ് ഇമാനുവൽ സിൽക്സിൻ്റെ ലക്ഷ്യമെന്നും മാനേജ്മെൻറ്റ് അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒറ്റപ്പാലത്ത് യുവാക്കളുടെ ആക്രമണത്തിൽ ഗ്രേഡ് SI രാജനാരായണനും അടിപിടി കേസിൽ കസ്റ്റഡിയിലെടുത്ത പ്രതിക്കും പരിക്കേറ്റു. സംഭവത്തിൽ മീറ്റ്ന സ്വദേശികളായ വിവേക്, ഷിബു എന്നിവർ അറസ്റ്റിൽ. മലപ്പുറം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ലഹരി വിരുദ്ധ മനുഷ്യച്ചങ്ങല മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ആശാപ്രവർത്തകർക്ക് ആശ നൽകി കരിമ്പുഴ പഞ്ചായത്തിൽ UDF കപടനാടകമാടുകയാണെന്ന് പ്രതിപക്ഷാംഗം M. മോഹനൻ. ഒരു പതിറ്റാണ്ടിന് ശേഷം ഒറ്റപ്പാലം മിനി സിവിൽ സ്റ്റേഷനിലെ ലിഫ്റ്റ് പ്രവർത്തന സജ്ജമായി. MLA പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ മാലിന്യമുക്ത പ്രഖ്യാപനം നടത്തി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.